ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് ഷോർട്സിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ നിങ്ങളെല്ലാം ഇത് കേട്ട് കാണും. അതായത് നമ്മുടെ ഷോർട്സിന് തംബ്നെയിലെല്ലാം കൊടുക്കുന്നതിനെ കുറിച്ചെല്ലാമാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. എന്നാൽ ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് അയച്ചാൽ അവർക്ക് ഈ ഒരു കാര്യമെല്ലാം വന്നിട്ടില്ല എന്നെല്ലാം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സിന് ഈ ഒരു കാര്യമെല്ലാം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ലഭിക്കും. അതിനാൽ തന്നെ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഉദാഹരണമായി ഞാനിപ്പോൾ ഇവിടെ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഷോർട്സ് എന്നതിൽ പോയി ഇവിടെ നമുക്ക് ഈ ഒരു ഷോർട്സ് എഡിറ്റ് ചെയ്യുകയാണ് എന്ന് കരുതുക. ഇപ്രകാരം എഡിറ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പ്രൊഫൈൽ പിക്ചറിൽ ഇതിൽ നമുക്ക് തംബ്നെയിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ലഭിക്കുന്നില്ല. അതിനാൽ തന്നെ നിങ്ങൾക്ക് YT സ്റ്റുഡിയോ ആപ്ലിക്കേഷനിൽ ഈ ഒരു ഓപ്ഷനൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇത്തരത്തിൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് യുവർ വീഡിയോസ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്നും നിങ്ങൾ ഷോർട്സ് എന്നതിൽ പോകുക. ഇപ്രകാരം പോയതിനു ശേഷം ഇനി നമ്മുടെ ഈ ഒരു ഷോർട്സ് ഇത് ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്തതിന് ശേഷം എഡിറ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഈ പ്രൊഫൈലിന് മുകളിലായി ഇവിടെ ഈ പെൻസിൽ ഐക്കൺ എല്ലാം വന്നിട്ടുണ്ട്. ഇപ്രകാരം വന്നിരിക്കുന്ന ഈ ഒരു പെൻസിൽ ഐക്കൺ ഇത് എങ്ങനെയാണ് ഇനി നമുക്ക് എഡിറ്റിംഗ് എല്ലാം ചെയ്യുക എന്ന് നോക്കാം. തംബ്നെയിൽ എഡിറ്റ് ചെയ്യുന്നതിന് ഈ പെൻസിൽ ഐക്കണിൽ ഞാനിപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും ഒരു സീക്വൻസ് അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് തംബ്നെയിലായി സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം ഇതുപോലെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ റാൻഡമായി ഒരു ഭാഗമെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇനി എന്തെങ്കിലും ടെക്സ്റ്റ് എല്ലാം ഇവിടേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിനാണ് നമുക്കിവിടെ ഈ ഒരു എ എന്ന ഒരു ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഫോണ്ട് ഓപ്ഷൻ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബ് ടിപ്സ് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രകാരം നിങ്ങൾക്ക് എന്താണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഇതുപോലെ കറക്റ്റായി നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ കളറെല്ലാം മാറ്റുന്നതിനുള്ള ഓപ്ഷൻ എല്ലാം ഇവിടെ ലഭിക്കും. ഇനി ഇത് വലുതാക്കാനും ചെറുതാക്കാനും ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈനിൽ സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം ഡൺ എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് എവിടേക്കാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി ഇതുപോലെ പ്ലേസ് ചെയ്യാനും സാധിക്കും. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫിൽട്ടർ ഓപ്ഷൻ എല്ലാമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോട്ടോയ്ക്ക് അതിന് നല്ല രീതിയിലുള്ള ഫിൽട്ടർ എല്ലാം കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫിൽട്ടറാണോ കൊടുക്കേണ്ടത് അത് ജസ്റ്റ് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ടിക്ക് മാർക്ക് എല്ലാം കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതുപോലെ ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് എന്ന് കൊടുത്താൽ ഇത്തരത്തിൽ നമുക്കിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു തംബ്നെയിലെല്ലാം നമുക്ക് ഈ ഒരു ഷോർട്സ് വീഡിയോക്കെല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എല്ലാം ലഭിക്കുന്നതാണ്. നിലവിൽ ഞാൻ ഇത് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് തംബ്നെയിലെല്ലാം സെറ്റ് ചെയ്യുന്നത് എന്നാണ് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് YT സ്റ്റുഡിയോ ആപ്ലിക്കേഷനിൽ ഇതുപോലെ തംബ്നെയിൽ ഒന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ നിന്നും നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോ എല്ലാം സെലക്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട തംബ്നെയിലെല്ലാം ആഡ് ചെയ്യാം. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ നല്ല നല്ല വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും ഈ ഒരു ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്